ഓക്കെ, ഹലോ ഗൈസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക് ഇംഗ്ലീഷ് ആണ്. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അറിയാൻ വയ്യാത്തവർക്കും പുതിയതായിട്ട് ജോയിൻ ചെയ്ത എന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം, മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഐയും ആമും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഐ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, ഞാൻ. ഐ എന്ന് വെച്ചാൽ ഞാൻ, നമ്മളെ തന്നെയാ പറയുന്നത്, ഞാൻ. അതാണ് ഐ. ആം, ആകുന്നു. ആം എന്ന് വെച്ചാൽ ആകുന്നു. ഐ, ഞാൻ. ആം, ആകുന്നു. പിന്നെ അയാം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനാകുന്നു, അതായത് ഞാനാകുന്നു. അയാം, ഞാനാകുന്നു. പിന്നെ ആമൈ. ആമൈ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ അവിടെ ആമായി വരുമ്പോ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാ, ഞാനാണോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരുമ്പോൾ ആമൈ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കത്തില്ല ഞാനാണോ, ഞാനാണോ ചോദിക്കത്തില്ല. അതാണ് ഞാനാണോ. അതിന് ഇംഗ്ലീഷിൽ പറയാം ആമൈ, ഞാനാണോ. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. സെന്റൻസ് നോക്കാം നമുക്ക്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു കലാകാരനാണ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്, നമ്മളെ തന്നെ നമ്മൾ പറയാൻ ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു കലാകാരനാണ്. പിന്നെ ആം ഐ ആൻ ആർട്ടിസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക്, ഞാനൊരു കലാകാരനാണോ എന്ന രീതിയിൽ. ആം ഐ ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു കലാകാരനാണോ. ഓക്കെ, നമ്മളിപ്പോ നോക്കിയത് ഐയും ആമും വെച്ചിട്ടുള്ള വേർഡ്സും പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസും ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും എനിക്ക് ചോദിച്ചാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.